സർ. എന്താണ് ലാവെൻഡർ പൂക്കളോ? എം ജി സാറിന് ലാവൻഡർ പൂക്കൾ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സോപ്പ് അതുകൊണ്ട് ഞാൻ ലാവൻഡർ പൂക്കൾ തിരക്കി കുറെ കാടൊക്കെ അന്വേഷിച്ചു നോക്കി. കാട്ടിലൂടെ കുറെ അലഞ്ഞു. കാട്ടിലൊക്കെ പോയി കുറെ അന്വേഷിച്ചു. കാട്ടില് പുലിയൊന്നും ഇല്ലായിരുന്നു, ആന ഒന്നും ഇല്ലായിരുന്നു, രക്ഷപ്പെട്ടല്ലേ? കാട്ടിൽ പോയിട്ട് പുലിയും സിംഹവും കണ്ടെങ്കിൽ അതൊക്കെ രോമമില്ലാണ്ട് നടന്നേനെ. അതായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം മോള് ഏത് കാട്ടിലാ പോയത്? ഇവിടെ അടുത്തുള്ള കാട്ടില. ഞാൻ ഇന്ന് പട്ടിയാണെന്ന് വിചാരിച്ചപ്പോ പുലിയായിരുന്നു. രോമമില്ലാതെ. അപ്പൊ അത് എം ജി സാറിന് സ്നേഹ സമ്മാനമായി ഞാൻ തരുന്നു. അപ്പൊ എം ജി സാർ മാത്രം മാർക്ക് ഇടുന്നതായിരിക്കും അല്ലേ? അതെ, ഞാനിത് മധുസാറിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ മധുസാറ് കൊടുക്കും. അപ്പുറത്തോട്ട് കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം രണ്ടുപേരും ഉടക്കാം. താങ്ക് യു ശ്രീകുട്ടൻ ചേട്ടാ, താങ്ക് യു. താങ്ക് യു. ആഹാ, എന്താ ഒരു ഭംഗി ഈ കളറിന്. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. വേണ്ട പോ, എനിക്ക് വേണ്ട തന്റെ. പിടിച്ചോ പിന്നെ. ശ്രീകുട്ടൻ ചേട്ടൻ തന്നയച്ചതാ. ഈ ഫിനാലെ എടുക്കാറാവുമ്പോൾ ഇങ്ങനെ ലാവൻഡർ ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇതിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മള് അറിയാലോ എം ജി സാർ എപ്പോഴും ലാവൻഡർ പൂക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമല്ലോ. അപ്പൊ അത് കൊണ്ടു കൊടുത്തതാ. അതുകൊണ്ട് സ്നേഹം മാത്രം. ലാവൻഡർ കിട്ടിയില്ല പൂവ്, അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ്. അതൊന്നും ഒരു വിഷയമേ അല്ല. താങ്ക് യു മോളെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്റെ ആഗ്രഹം പറയട്ടെ, ഒരു 19 സെന്റ് സ്ഥലം, ആ സ്ഥലത്ത് ചുറ്റും ലാവൻഡർ മരങ്ങൾ വെക്കുക. എന്നിട്ട് ഈ പൂക്കള് ഇങ്ങനെ ചുറ്റും ഇരിക്കുമ്പോഴത്തേക്ക് അതിന്റെ നടുക്ക് ഒരു ചെറിയ ഓലപ്പെരയൊക്കെ കിട്ടിയിട്ട് അതൊക്കെയാണ് അതിന്റെ ഫീല്. അല്ലാതെ അവിടെ വലിയ ഒരു കൊട്ടാരം പണിതിട്ടല്ല. ബിന്നിയാന്റിയുടെ എക്സ്പ്രഷൻ നോക്കി അത് പറയുമ്പോ അത് രക്ഷയില്ലെന്ന്. അത് മദ്രാസല്ലേ? അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എണ്ണയും കുടമൊക്കെ ആയിട്ടിരിക്കല്ലേ. പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ല കുറെ ലാവൻഡർ ചെടികളൊക്കെ വെച്ച് മരങ്ങളായിട്ട് അതിന്റെ അവിടെ ഒരു ചെറിയ കുടില് പോലെ കെട്ടി വല്ലപ്പോഴും പോയിട്ട് അവിടെ ഇരുന്ന് നല്ല എന്താണ് കപ്പയും ചമ്മന്തിയും ലാവൻഡർ പൂക്കളുടെ ഇടയിൽ നല്ല ചൂട് കട്ടൻ ചായ. അത് നിങ്ങളൊന്ന് സങ്കല്പിക്കണം. നിങ്ങൾക്ക് സങ്കല്പമില്ലാത്ത ഞാൻ സങ്കല്പിച്ചു ചേട്ടാ. ഞാൻ അങ്ങോട്ട് പോയി അവിടെ ഇരിക്കുവാ, കണ്ടില്ലേ? കാര്യം ചെയ്യട്ടെ, എം ജി അങ്കിൾ സാധാരണ ലാവൻഡർ കളറുള്ള എന്നെ കൊടുത്താലും അത് ആർക്കും കൊടുക്കത്തില്ല. പക്ഷെ ഇത് വേറൊരു കാര്യമുണ്ട്, പന്തിയിൽ പക്ഷാഭേദം കാണിച്ചൂടാ. അതുകൊണ്ടാണ് മോള് തന്നപ്പം സ്നേഹത്തോട് വാങ്ങിച്ച് ആലിംഗനം ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, മധുവിന് കൊടുത്തു. മധു നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്റെ മനസ്സ് എങ്ങനെയുണ്ട്? എന്റെ മനസ്സ് സ്വാർത്ഥത. എന്റെ മനസ്സ് ശുദ്ധം എന്ന് പറഞ്ഞിട്ട് മധുവിന്റെ എന്ന് പറഞ്ഞപ്പോ ഒരു അല്ല ആ കേട്ട അതിന്റെ ഇടയില് മക്കളെ മക്കളെ ഏത് പാട്ടാ? അറിയാതെ അറിയാതെ ആരും അറിയാതെ പറഞ്ഞ മീനൂട്ടിക്ക് മനസ്സിലാവും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനല്ലേ? ആരും അറിയാതെ അറിയാതെ അല്ല ചെയ്യുന്നത്. ഡീറ്റെയിൽസ് മ്യൂസിക് സുരേഷ് പീറ്റർ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് പി ജയചന്ദ്രൻ സാറും ചിത്രാമ്മ, മൂവി രാവണ പ്രഭു. രാവണ പ്രഭു രാവണ പ്രഭു 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 രാവണ പ്രഭു. വർഷം 2001. എന്നാ പിന്നെ ഞങ്ങള് സമയം കളയാതെ നമുക്ക് കേൾക്കാം. അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ് പോൽ നെഞ്ചിലമരുന്നു മുറുകെ നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായി ഉണരുന്നു ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. വാർമതങ്കാതി വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ അറിയമാൻ വീണ പോലെ നീ എൻ്റെ അരികെ വന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലപ്പുമെയ്യുന്നു നീ വനവലാകയായി പാടുന്നു ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. വെരി ഗുഡ് ഡാൻസേഴ്സ് കുറെ നേരമായിട്ട് അവര് അടിപൊളി. മോളെ ഈ രാവണപ്രഭുവില് വേറൊരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് മോടെ മാർക്ക് പറയാം. ജയേട്ടൻ ഈ പാട്ട് പാടാൻ വന്നപ്പോൾ വേറൊരു പാട്ട് അവിടെ റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ അത് ട്രാക്കാണ് എടുത്തിരിക്കുന്നത്. ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ് ഈ പടത്തിലുള്ള ദാസേട്ടൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ഈ സുരേഷ് പീറ്റേഴ്സ് ഒരുവിധം പാടി വയ്ക്കും, പക്ഷെ അദ്ദേഹം തമിഴായതുകൊണ്ട് ലിറിക്ക് ചിലപ്പോൾ അത്ര ക്ലാരിറ്റി വരത്തില്ല. ഇത് ദാസേട്ടൻ വന്ന് കേൾക്കുമ്പോൾ പറയും ചിലപ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് ഈ ട്രാക്ക് പാടാൻ ആളെ വിളിച്ചിട്ട് ഇത് കിട്ടുന്നുമില്ല. അപ്പോഴാണ് ജയേട്ടൻ്റെ എൻട്രി, ഈ അറിയാതെ പാടാൻ. ജയേട്ടൻ പറഞ്ഞു ഞാൻ പാടാം എന്നത്. അപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ. ഇത്രയും വലിയൊരു മഹാഗായകനെ കൊണ്ട് ട്രാക്ക് പാടിക്കുന്നത് ശരിയല്ല, കാരണം ദാസേട്ടന് വേണ്ടി ട്രാക്ക് പാടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ പാടിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജയേട്ടൻ പാടി.
ആകാശദീപങ്ങൾ സാക്ഷി. ആ പാട്ട്, ആ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഈ പാട്ടും കഴിഞ്ഞ് ദാസേട്ടൻ വരുന്ന രാത്രി 10 മണിക്കാണ് മിക്സിങ്ങിന്. യൂഷ്വലി ആ സമയത്താണ് വരുന്നത്. വന്ന് കേട്ടപ്പം ജയേട്ടൻ മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്നു. ഇനി ഞാനെന്തിനാ ഇത് പാടുന്നത്, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, ഇത് മതി എന്ന് ദാസേട്ടൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനല്ല, ഇത് ട്രാക്ക് പാടാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് ജയേട്ടൻ സൊമനസ ട്രാക്ക് പാടിയതാണ്, അത് ദാസേട്ടെങ്കിലും പാടണം എന്ന് എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റിൻ്റെ മേളിലാണ് ദാസേട്ടൻ ഈ ആകാശ ദീപങ്ങൾ സാക്ഷി എന്നുള്ള പാട്ട് പാടി. നോക്കണം ഈ നമ്മുടെ സംഗീതജ്ഞര് തമ്മിലുള്ള ഐക്യം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹബന്ധം. ഇത് പക്ഷേ കുറെ ആൾക്കാർക്ക് അറിയില്ല. അവർ ഈ യൂട്യൂബിൽ കിടന്നിട്ട് പലതും പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. പാടാൻ കഴിവുള്ളവർക്ക് തീർച്ചയായിട്ടും സിനിമയിൽ ചാൻസ് ഉണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആ ബന്ധം നിലനിർത്തുകയും ചെയ്യും. അല്ലേ മധു? തീർച്ചയായിട്ടും അതെ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ആട്ടിയൊരു ജേട്ടൻ പൂക്കുറ്റി.